ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് സമൃദ്ധിയായി ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിത ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സ്തോത്രം. ആമേൻ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, നമ്മൾ ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ അതിനടിയിൽ നിന്ന് വന്ന് കർത്താവെ യൂട്യൂബിൽ കൂടെയൊക്കെ ഞങ്ങൾ അറിയിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ പേഴ്സണലായിട്ടും കമൻറ്റുകളായിട്ടൊക്കെ ഞങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ, കർത്താവെ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ കർത്താവെ സ്തോത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. സ്തോത്രം. അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന സ്തോത്രം. കടഭാരത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, എത്ര ജോലി ചെയ്തിട്ടും നീക്കിയിരിപ്പ് കർത്താവെ ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രൂപ പോലും അവർക്ക് മാറ്റി വെക്കുവാനില്ല. കർത്താവെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ആ 10 കിട്ടിയവനെ പോലെ 10 കൂടി ഞങ്ങൾക്ക് സമ്പാദിച്ച് വെക്കുന്നവനായി തീരുവാന്തക്കൊണ്ണം ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. 1 കിട്ടിയവനെ പോലെ ഞങ്ങൾക്കാകുവാന്തക്കൊണ്ണം ഞങ്ങളെ ഇടവരുത്തല്ലേ നാഥ. സ്തോത്രം. കർത്താവെ, നിൻ്റെ വചനം അപ്പം ആഴമേറിയ വചനം, ഇരുവായത്തിലുള്ള കർത്താവെ ആ വാളിനേക്കാൾ കർത്താവെ മൂർച്ചേറിയ ആ വചനം. സ്തോത്രം. നിൻ്റെ മക്കളിലേക്ക് അവിടുന്ന് തന്നെ കർത്താവെ ജോലി ചെയ്യുള്ള ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ നീ ഇവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, സമൃദ്ധിയായി നീ അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് സിയോനിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകുവാൻ അവരെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗം തുറന്ന് കർത്താവെ നിൻ്റെ ഭണ്ഡാരത്തെ തുറന്ന് കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകമായ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ കർത്താവെ വിദ്യാഭ്യാസം അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ പഠന കർത്താവ് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, മുന്നോട്ടുള്ള യാത്രയിലൊക്കെ അവരോട് കൂടെ ഇരിക്കണം. കർത്താവെ സ്തോത്രം. പഠിക്കുവാനുള്ള അറിവും ജ്ഞാനവും ശക്തിയും കർത്താവെ ബുദ്ധിയും ഒക്കെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. പലരും കർത്താവെ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ അവർക്ക് കർത്താവെ ആ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ അവർക്ക് ഹൃദയസ്ഥമാക്കുവാൻ അവരെ നീ സഹായിക്കണം. പലർക്കും അത് കർത്താവെ പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കർത്താവെ സ്തോത്രം. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ അത് ആ കർത്താവെ ബുദ്ധിമണ്ഡലത്തിൽ അത് ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമാക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ജോലിയില്ലാതെ കർത്താവെ ഭാരത്താൽ പ്രയാസത്താലൊക്കെ അലയുന്ന അനേകരുണ്ട്. കർത്താവെ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു കർത്താവെ മുന്നോട്ടുള്ള കർത്താവെ ആ ജീവിതയാത്രയിൽ കർത്താവെ നമുക്കൊരു ജോലി ആവശ്യമാണ്, നമുക്ക് സാമ്പത്തികം ആവശ്യമാണ്. കർത്താവെ, അതിനുള്ള എല്ലാ വഴികളും മാതൃകളും നീ ഇവിടുന്ന് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, പുതുവഴികളെ ഒക്കെ കർത്താവെ നീ ഇവിടുന്ന് തുറന്നു കൊടുക്കണേ നാഥ. സ്തോത്രം. പ്രത്യേകമായി ഹല്ലേലൂയ. സ്തോത്രം. വിവാഹം കർത്താവെ നടക്കാതെ ഇരിക്കുന്ന അനേക യുവതി യുവാക്കളുണ്ട്. കർത്താവെ സ്തോത്രം. കർത്താവെ, നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതുവഴികളെ കർത്താവെ നല്ല ആലോചനകളെ എൻ്റെ ദൈവം അവിടുന്ന് അവർക്ക് തക്കതായ നല്ല തുണകളെ കൊടുത്ത് നീ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകമായി രോഗത്താൽ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. അനേകം മക്കളുണ്ട്. സ്തോത്രം. പ്രായമുള്ളവർ കർത്താവെ സ്തോത്രം. യൗവനക്കാരൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന സ്വർഗീയ പിതാവേ, ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ. ആമേൻ. സ്തോത്രം. കർത്താവെ, അപ്പം ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ അപ്പനവിടുന്ന് മറുപടി അവിടുന്ന് കൊടുക്കണേ അപ്പാ. സ്തോത്രം. പാപികളാകുന്ന കർത്താവെ, ഈ പാപിയാകുന്ന അടിയൻ
കർത്താവെ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പാ, നീ എവിടുന്ന് വലിയവ ചെയ്യണമേ. സ്തോത്രം. അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവ് പറഞ്ഞിരിക്കുന്നു, സ്തോത്രം. എന്ത് വിഷയങ്ങളുണ്ടായിരുന്നാലും അതിനൊക്കെ സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് പറഞ്ഞത്. സ്തോത്രം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുവാനാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവസന്നിധിയിൽ നിങ്ങൾ പറഞ്ഞാൽ കർത്താവ് അത്ഭുതത്തെ ഇവിടുന്ന് ചെയ്യും. സ്തോത്രം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ഏവരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുമാറാകട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഇതിന്മേലോട് നിറയട്ടെ. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ